അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ആഴ്ചയിലെ നോമ്പ് തുറയുടെ ഫുഡ് ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്നിവിടെ ചട്ടിപ്പത്തിരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, നോമ്പ് തുറന്നാൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ചട്ടിപ്പത്തിരിയാണ്. അത് അധികം മെഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. മെഴുക്കിൽ പൊഴിക്കാതെ തന്നെ നമുക്ക് ചട്ടിപ്പത്തിരി നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാനും ഈസി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഒരു ചട്ടിപ്പത്തിരിയും ചിക്കൻ വെച്ചിട്ട് ഒരു ചട്ടിപ്പത്തിരി, അങ്ങനെ രണ്ട് തരത്തിലും ചട്ടിപ്പത്തിരിയാണ് ഞാനിവിടെ ഇന്ന് ഫസ്റ്റ് നോമ്പ് തുറക്ക് തന്നെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ഈ ചട്ടിപ്പത്തിരി. ഞങ്ങൾ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫസ്റ്റിൽ തന്നെ അതുണ്ടാക്കിയത്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പിന്നെ മോന് വരുമ്പോൾ വാങ്ങിച്ച് കൊടുന്നതാണ് കേട്ടോ ചിക്കൻ പക്കുവട. അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ സാധാ പക്കുവട പോലെയല്ല, നല്ലൊരു ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയത് കാരണം ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ സേമിയൊക്കെ വെച്ചിട്ടൊരു മധുരമുള്ളൊരു കേക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാധാരണ ഉണ്ടാക്കണ പോലെ തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ്, ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു ജ്യൂസും, ഇത്രയും വിഭവങ്ങളായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ. പിന്നെ സെക്കൻഡ് ഡേക്ക് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കേട്ടോ. കട്ട്ലേറ്റ് അത് മെഴുക്കിലൊക്കെ വെളിച്ചെണ്ണയിലും എണ്ണയിലൊക്കെ ഇട്ട് പൊരിക്കുമ്പോൾ മെഴുക്ക് നല്ലോണം കുടിക്കുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം നോമ്പിന് സ്റ്റാർട്ട് ചെയ്തത്. അധികം മെഴുക്കൊന്നും കഴിക്കണ്ടായിരുന്നില്ല. അപ്പോൾ എയർ ഫ്രൈയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ഇതിൽ തന്നെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. നമ്മളെ മിക്സിങ് നല്ല കട്ട്ലേറ്റിൻ്റെ ആ മിക്സിങ്ങിൽ ഉണ്ടാവണ ആ ടേസ്റ്റിൽ, അതാണ് അത്രയും ടേസ്റ്റ് കിട്ടിയത്. പിന്നെ ബനാന വെച്ചിട്ടൊരു ബനാന ബോൾ ഉണ്ടാക്കി കേട്ടോ. അതും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ബനാന ആദ്യം ഇങ്ങനെ വഴറ്റിയിട്ട് അതിൽ തേങ്ങയും ഏലക്കാപ്പൊടിയും, പിന്നെ ഞാൻ ഈത്തപ്പഴം അരച്ചതുണ്ടായിരുന്നു, അതാണ് മധുരത്തിന് പകരം ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കര ഇടും, ഈത്തപ്പഴത്തിൻ്റെ ഇതും ഇടും കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഈ പഴം വഴറ്റിയതിൽ ഉണ്ടാക്കിയിട്ട് പാലട പോലെ, മൈദമാവ് വെച്ചിട്ട് പാലട പോലെ ഉണ്ടാക്കിയിട്ട് ഈ ബനാനയുടെ കൂട്ട് അതിൽ വെച്ചിട്ട് ഈ കോഴിമുട്ടയിൽ മുക്കിയിട്ട് നമ്മളിതിൽ മുക്കിയിട്ട് 2-3 ലെയറായിട്ട് വെച്ചിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലും അധികം മെഴുക്കൊന്നും വരുന്നില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഞങ്ങൾ മെഴുക്ക് ഒഴിവാക്കിന്, നോമ്പ് തുറന്ന് തന്നെ മെഴുക്ക് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഓരോന്നുണ്ടാക്കുകയാണെങ്കിൽ അധികം മെഴുക്ക് ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ എയർ ഫ്രൈയിലും വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളെ സാധാ ഫ്രൂട്ട്സും ജ്യൂസുകളും അതൊക്കെ തന്നെ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നു കേട്ടോ. മൂന്നാമത്തെ ദിവസം ഇക്കാക്ക് ഉള്ളി ബജി ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളി ബജി നമുക്ക് ഈ എയർ ഫ്രൈയിൽ ചെയ്യാൻ പറ്റില്ല, അത് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. അല്ല, ഈ ഉള്ളി ബജിയില്ലേ അത്, ഈ സവാളൊക്കെ ഇട്ടിട്ട് അധികം കൂടുതൽ മാവ് ചേർക്കാതെ, കടലമാവിലാണ് നമ്മളിത് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ അത് നീളത്തിൽ സവാള അരിഞ്ഞിട്ട് കടലമാവ് ഇട്ടിട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ അതുപോലെ മല്ലിയില ഒക്കെ ഇട്ടിട്ട് ഒരു ബജി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം കളിക്കാനായിട്ട് നോമ്പിന് മുന്നേ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നല്ല വെണ്ണ പോലെ അരച്ചതിന് ശേഷം ഐസ് ക്യൂബാക്കിയിട്ട് നമ്മളൊരു കവറിലാക്കിയിട്ട് നമ്മളത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളം കളിക്കാൻ നമ്മൾ അതിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെള്ളം കലക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസിന് നമ്മൾ ഷമാമാണ് ഇന്ന് ജ്യൂസ് അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് ഈ ബജ്ജി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ബീഫ് ഉന്നക്കായ പപ്സും മോൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. അവന് ബീഫ് ഉന്നക്കായ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, നമ്മൾ പഴമൊക്കെ വെച്ചിട്ടാണല്ലോ ഉന്നക്കായ ഉണ്ടാക്കുക, ഇത് ബീഫ് വെച്ചിട്ടാണ് ഈ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പപ്സ് മുട്ട പപ്സാണ്, കുഴപ്പമില്ല ഒക്കെ ആയിട്ട്.
അപ്പോൾ പിന്നെ ഈ ഷമാമിൻ്റെ ജ്യൂസും ബജിയും പിന്നെ നമ്മൾ സാധാ ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ലൊരു വെറൈറ്റി നോമ്പ് തുറയായിരുന്നു. പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പപ്സും ബീഫ് ഉന്നക്കായൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. അതൊക്കെ നമ്മൾ വാങ്ങിക്കാറാണ്. ഉന്നക്കായ പഴത്തിൻ്റെ ഉന്നക്കായ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ബീഫിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കാരണം എല്ലാവർക്കും ഇന്നത്തെ നോമ്പ് തുറ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതും ബനാന പുഴുങ്ങിയതും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4-ാമത്തെ ദിവസം നമ്മൾ ബ്രെഡിൻ്റെ നടുക്ക് കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ മുട്ടയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ഇതിലാണ് ഞങ്ങൾ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നോമ്പ് തുറക്കുന്ന അടുത്ത സമയത്താണ് നമ്മൾ പിന്നെ അതിൽ മൊസറല്ല ചീസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി അത് ചൂടാക്കി എടുക്കും. അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചീസ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കി. അത് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ ചായയും കടിയും പത്തിരിയും ഞങ്ങൾ ഇതാണ് ഉണ്ടാക്കാറ്. എപ്പോഴും ഞങ്ങൾ ചോറ് വെക്കാറില്ല. അപ്പം അന്ന് ഞങ്ങളിപ്പോൾ ബിരിയാണി വെച്ചു. ഫിഷ് ബിരിയാണി അയിക്കൂറ ബിരിയാണി വെച്ചിട്ട് അത് വെച്ചു. പിന്നെ ചായയും കടി ഒന്നുകിൽ ചായയും കടി അതല്ലെങ്കിൽ ചോറ് ഏതെങ്കിലും ഒന്നാണ് ചെയ്യാറ്. ചോറ് കഴിയുന്നതും ഒഴിവാക്കുകയും ചെയ്യുള്ളൂ. ചോറ് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബിരിയാണി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ 4-ാം ദിവസവും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ ബനാന വെച്ചിട്ട് തന്നെ ഒരു ബനാന ബോളല്ല, ഒരു ബനാനോട് ഡിഷാണ് ഉണ്ടാക്കിയത്. ബനാന കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനുണ്ടാകുമ്പോൾ എപ്പോഴും പഴം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഒന്നില്ലെങ്കിലും പഴം പൊരിക്കുക അതല്ലെങ്കിൽ പഴം പുഴുങ്ങുക ഒക്കെ ചെയ്യണം. പഴം കൊണ്ടുള്ള ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാനിന്ന് പഴം പിന്നെ തേങ്ങയും സേമിയ ആദ്യം പാലിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് അതും ഇതിലിട്ടിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായി വഴറ്റണം. അപ്പോൾ പഴം നമ്മൾ നെയ്യിൽ വഴറ്റുമ്പോൾ അതിൽ കുറച്ച് ഏലക്ക പൊടി, പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ട് ആ ഒരു നുള്ളു പഞ്ചസാരയും പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇതിൽ ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായി വഴറ്റി ഡ്രൈ ആക്കി എന്നിട്ടൊരു കിണ്ണത്തിലിട്ടിട്ട് സെറ്റാക്കാൻ വെച്ചാൽ ഇങ്ങനെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ബൗളിലൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ട് കഴിക്കാൻ. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ ആകെ തിരക്കായി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളിത് ടേബിളിൽ വെച്ചില്ല, മറന്ന് അങ്ങനെ. പക്ഷേ നോമ്പ് തുറന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളത് കഴിച്ചു കേട്ടോ. കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോ ബജിയും ഉള്ളി ബജിയും പിന്നെ കുറച്ച് തരി നമ്മൾ റവയും സേമിയൊക്കെ ഇട്ടിട്ട് ഒരു തരി പിന്നെ അവക്കാഡോ ജ്യൂസും അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. എനിക്കിഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ 6 ദിവസത്തെ നോമ്പ് തുറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ 6-ാമത്തെ ദിവസം ഞങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊറോട്ട എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് അതിൽ നമ്മൾ ബീഫ് ഫ്രൈൻ്റെ മസാല തയ്യാറാക്കിയിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മേലെ 2 പൊറോട്ട എന്നിട്ടൊരു ഇതുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ നെയ്യ് പുരട്ടിയിട്ട് പൊരിച്ച് തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മൊരിച്ചിട്ട് കിട്ടും. നല്ല സ്മെല്ലായിരിക്കും. കഴിക്കാനൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. അടുത്തത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ആദ്യം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ള ഒരു ക്യാരറ്റിൻ്റെ ക്യൂബും ബീട്രൂട്ടിൻ്റെ ക്യൂബും ഇട്ടിട്ടാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് നോമ്പറന്നാലൊക്കെ കുടിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇതിലേക്ക് അതിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ചെറുനാരങ്ങ നീരും പഞ്ചസാരയും
ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുടിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കി ആദ്യം തന്നെ നോമ്പിൻ്റെ മുന്നായിട്ട് നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ആ സമയത്ത് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ സേമിയയും റവയും കൂടിയിട്ട് നല്ലൊരു അടിപൊളി തരിക്കഞ്ഞി എന്നൊക്കെ പറയും, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മിക്ക ദിവസങ്ങളിലും തരി കാച്ചുകൂടെ. നോമ്പ് തുറക്കുമ്പോൾ ഈ തരി കാച്ചത് കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. ജ്യൂസും തരി കാച്ചതും കുടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സുകളിൽ പിന്നെ ആപ്പിൾ, മുന്തിരി, ഓറഞ്ചും പേരക്ക, മാങ്ങ ഇതൊക്കെ നമ്മൾ സാധാ ഫ്രൂട്ട്സുകൾ തന്നെയാണ് എല്ലാ ദിവസവും ആഡ് ചെയ്യുക. നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ മസാല ദോശയാണ് ഉണ്ടാക്കിയിട്ടാണ്. മസാല ദോശ കുറേ ദിവസമായി ദോശ കഴിച്ചിട്ട്, അപ്പോൾ ഒരു ദോശ കഴിക്കാനൊരു പൂതിയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടാണ്. ദോശയിലേക്ക് ഞങ്ങളൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാണ്. ചമ്മന്തി ഈത്തപ്പഴം, പിന്നെ പുളിയും മുളകും, പിന്നെ അതുപോലെ കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പർ ചമ്മന്തിയാണ് ഇതിലുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.